ഗൾഫിൽ തെയ്യം അവതരിപ്പിച്ചതിന്റെ പേരിൽ പത്മശ്രീ ജേതാവായ കലാകാരൻ വരെ നാട്ടിൽ സമുദായങ്ങളുടെ വിലക്ക് നേരിട്ടുവെന്ന് യുഎയിലെ കളിയാട്ടം സംഘാടകരുടെ വെളിപ്പെടുത്തൽ. വിവാദങ്ങൾക്കും വിലക്കിനുമിടെ അജ്മാനിൽ ഈ മാസം വീണ്ടും കളിയാട്ട മഹോത്സവം നടക്കുമെന്ന് യുഎഇ കളിയാട്ട സമിതി അറിയിച്ചു. കാവിലും അമ്പലത്തിലുമല്ലാതെ അജ്മാനിലെ ഇന്ത്യൻ അസോസിയേഷൻ ഹാളിൽ ആചാരമര്യാദകൾ ലംഘിച്ച് തെയ്യം കെട്ടിയെന്നാരോപിച്ചാണ് കലാകാരന്മാർക്ക് സമുദായങ്ങൾ വിലക്കേർപ്പെടുത്തിയത്. അതിപ്പോൾ ഒരു കലയൊക്കെ ആകുമ്പോൾ ആ കലയുടെ തനത് രീതിയിൽ ചോരാതെ വേണം അവതരിപ്പിക്കാൻ. മറ്റു രാജ്യങ്ങളെ അവതരിപ്പിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. വേറെ ഏതോ ഒരു രീതി കണ്ടാണ് കഥകളിയാണെന്നും പറഞ്ഞുകൊണ്ട് ഇത് ചുമ്മാ കഥകളി വേഷം കെട്ടത് ചുമ്മാ പച്ച മാത്രം മുഖത്ത് കുത്തി കഥകളി കളിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള കാര്യങ്ങളോട് എതിർപ്പുണ്ട്. പക്ഷേ ഈ സമുദായത്തിൻ്റെ ഒക്കെ ആണെങ്കിൽ പോലും അതൊട്ടും ചോരാതെ അതേ ആചാര രീതിയിൽ അവിടെ പോയി അവതരിപ്പിച്ചു. അത് ചിലപ്പോൾ അതൊരു ക്രെഡിറ്റ് തന്നെയാണ്. ആ നാട്ടിലത് ക്രെഡിറ്റാണ്. പൈസയുടെ ഇതെഴുതി പറയാൻ നല്ലൊരു ക്രെഡിറ്റാണ്. പക്ഷെ എന്ന് വെച്ച് ഈ രീതികൾ നമ്മൾ ആ കല അവിടെ അവതരിപ്പിച്ചുകൊണ്ടിരുന്ന കലകൾക്ക് ഇവിടെ ഈ രാജ്യത്ത് പോയി മാറ്റി അതിൻ്റേതായ രീതിയിൽ നശിപ്പിക്കാൻ നോക്കിയാൽ അതിനെ എതിർക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ അതൊന്നും ചോരാതെ ഇവിടെ ഈ രാജ്യത്തിൽ നിന്ന് രാജ്യം മാറിയെന്നല്ലേ ഉള്ളൂ. ആ രീതിയിൽ അവതരിപ്പിച്ചു എന്ന് വെച്ചാൽ വലിയ തെറ്റില്ല. തെറ്റ് പറയാൻ പറ്റില്ല. ഞാനൊരു വിലക്ക് ഏർപ്പെടുത്തുന്ന ഇപ്പോഴും ജാതി സമുദായത്തിന് കലകളൊക്കെ നല്ലതാണ്. പക്ഷേ ഈ വിലക്കുകളൊക്കെ ഇത്രയും 20-ാം നൂറ്റാണ്ടിലൊക്കെ അത് ഇപ്പം അന്യം നിർത്തി കളയേണ്ട സാധനങ്ങളാണ്. അന്യം നിൽക്കാത്ത കലകളൊന്നും അന്യം നിർത്തരുതെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഇങ്ങനെ ഈ ഊരുവിളക്ക്, ഈ ആചാരം, ഈ പഴയ രീതിയിലുള്ള സംസ്കാരങ്ങൾ അതൊക്കെ എടുത്ത് നിന്ന് അന്യമായിട്ട് നിർത്തി കളയേണ്ട സാധനമാണ്. ഈ കലകളൊക്കെ ഒരിക്കലും കളയരുത്. അത് ഞാനിപ്പോഴും പറയും. നല്ല രീതിയിലുള്ള കലകളൊക്കെ നല്ല കലകളാണ്. നമ്മുടെ കേരളത്തിൻ്റെ ഒരു പൈതൃകം വിളിച്ചോതുന്നതാണ്. പക്ഷേ ഇന്ന് മറ്റ് രാജ്യങ്ങളുകൊണ്ട് അവതരിപ്പിച്ചുകൊണ്ടോ വലിയ തെറ്റൊന്നും തോന്നുന്നില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ എന്തെങ്കിലും കോപ്രായം അവിടെ ചെന്നിട്ട് വേറെ രീതിയിൽ എന്തെങ്കിലും അവരുടേതായിട്ടൊരു രീതിയിൽ ഒരു കലയെ വികൃതമായി ചിത്രീകരിച്ചാൽ തീർച്ചയായിട്ടും അതിനെ ചോദ്യം ചെയ്യണം. പക്ഷേ അങ്ങനെയൊന്നും ചെയ്തില്ല. അവരവിടെ അവതരിപ്പിച്ചു എന്നുള്ളൂ. അതത്ര വലിയ തെറ്റൊന്നുമില്ല. ഒരു പത്മശ്രീ കിട്ടിയ ആളെ അങ്ങനെ അവഗണിച്ച് നിർത്തുക എന്നൊക്കെ പറയുമ്പോൾ ഈ ഊരുവർക്ക് സമുദായവർക്ക് അതൊക്കെ അന്യം നിർത്തി കളയേണ്ട സാധനമാണ്.